സർ, CPM സമ്മേളനം കഴിഞ്ഞിറങ്ങുന്ന നല്ലവരായ സഹാക്കന്മാരുടെ മനസ്സിലൊക്കെ വളരെ സങ്കടകരമായ അല്ലെങ്കിൽ നെഞ്ചുലയ്ക്കുന്ന നിമിഷങ്ങളാണ്. കാരണം പാർട്ടിയെ ഗോവിന്ദനും പിണറായിയും കൂടെ ചാക്കി കെട്ടി കടലിൽ താഴ്ത്തുന്ന ഒരു സമീപനവും ഒരവസ്ഥയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ പാർട്ടി കടലിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വല്ല സാധ്യതയുണ്ടോ? അല്ല, അതിനകത്ത് എനിക്ക് ചാക്കി കെട്ടിയിട്ട് കടലിൽ താഴ്ത്തുന്നുള്ള അഭിപ്രായം പോലും ഇല്ല. കാര്യം ചാക്കി കെട്ടണം തന്നെ കരുത്ത് വേണ്ടേ? അപ്പോൾ പിണറായി വിജയൻ ഈ പഴയ ഗുണ്ടാപ്പണി അറിയാമെന്നുള്ളതല്ലാതെ കണ്ട് ഇന്നലെ അദ്ദേഹമാണ് ഇതിൻ്റെ നയരേഖ അവതരിപ്പിച്ച അദ്ദേഹമാണ്. പൊതുകേരളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നയരേഖ എന്തൊക്കെയാണ്, അതിൻ്റെ നയരേഖയിൽ എന്തൊക്കെയാണ്, അതിനകത്ത് വിഷയങ്ങൾ എന്തൊക്കെയുള്ളത്? കേരളം പ്രത്യേക സോണുകളായിട്ട് തിരിക്കുന്നു. ആ സോണുകൾക്ക് പ്രത്യേക ഫീസ് എടുത്തുന്നു. അതുപോലെ ഫീസ് ഏർപ്പെടുത്താൻ പറ്റാത്തടുത്ത് സെസ് ഏർപ്പെടുത്താൻ പോകുന്നു. ഇതൊക്കെ എന്ത് വിവരക്കടയിൽ പുള്ളി പറയാൻ കാണിക്കുന്നത്? യാതൊരു വിവരമില്ലാതെ കണ്ട് ഇത് തയ്യാറാക്കുന്ന ആരാണ്? തയ്യാറാക്കുന്ന പിണറായി വിജയനും അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷും അതേപോലെ തന്നെ വീണ ജോർജൊക്കെ കൂടി തയ്യാറാക്കുന്ന നയരേഖ എന്ന് പറഞ്ഞാൽ അതാണോ നയരേഖ യഥാർത്ഥത്തിൽ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലത്ത് വൈചാരികമായുള്ള മേഖലയിൽ ദീക്ഷണാശാലികളായിരിക്കും നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ നയരേഖകൾ അവതരിപ്പിക്കും, അവരതിൻ്റെ കരട് തയ്യാറാക്കും, അവരിത് പൊതുസമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വിടും. അത് ചർച്ചയ്ക്ക് ശേഷം പൊതുസമൂഹം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്നിട്ട് പോലും വേണ്ടാന്ന് വയ്ക്കാറാ പതിവ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നയരേഖകളും ഒരു 10-25 കൊല്ലത്തിന് ശേഷം അത് വേണ്ടാന്ന് വയ്ക്കുന്ന പതിവ്. 948 കൽക്കട്ട തീസിസിൽ സാധനം അവതരിപ്പിച്ചു. അത് രണദീപയും സുന്ദരിയെ കൂടി ചേർന്നുകൊണ്ട് അവതരിപ്പിച്ചത്. അതിലാണ് സായുധ കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തത്. അതിലാണ് എല്ലാ സ്ഥലത്തും സംഘർഷം തുടങ്ങുക. പക്ഷേ ഒരു സംഘർഷം ഉണ്ടായില്ല. ചില സ്ഥലത്തൊക്കെ തുടങ്ങി വെച്ചതിൽ അടിമേടിച്ച് കഴിഞ്ഞപ്പോൾ ഈ പണി നിർത്തിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സാമ്പത്തിക വിഷയങ്ങളിലോ മറ്റു വിഷയങ്ങളിലോ ഒന്നിനും ഒരു നയരേഖ ഉണ്ടാക്കാനായിട്ടുള്ള പ്രാപ്തിയുള്ള ദീക്ഷണാശാലികളായിരിക്കുന്ന പക്വതയുള്ള വിവേകമുള്ള ആളുകൾ പാർട്ടിയിലില്ല. ഇന്ന് പാർട്ടിയിൽ ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷാണ്. ഈ ഗോവിന്ദൻ മാഷിൻ്റെ കുറിച്ച് ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം അപ്പക്കച്ചവടം നടത്തുന്ന ആളാ പുള്ളി. അവിടുന്ന് പാലക്കാട് നിന്ന് അപ്പം കൊണ്ടുപോയിട്ട് ട്രെയിനിൽ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് വിറ്റ് കഴിഞ്ഞ് ലാഭമാണെന്ന് കണക്കൂട്ടുന്ന ആളാണ്. എന്ന് വെച്ചാൽ അത്രയും കേരളത്തിൻ്റെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ചോ കേരളത്തിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചോ കേരളത്തിൻ്റെ സാമൂഹിക വിഷയങ്ങളെ സംബന്ധിച്ചോ യാതൊരു പരിജ്ഞാനം ആ മനുഷ്യനില്ല. അദ്ദേഹത്തിനില്ല എന്ന് മാത്രമല്ല കേരള മുഖ്യമന്ത്രിക്കും ഇല്ലല്ലോ. ഇതുള്ള ആളുകൾ തയ്യാറാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ നയരേഖ വായിച്ച് നയരേഖ ഇദ്ദേഹം അവതരിപ്പിച്ച് ഞാൻ മനസ്സിലാക്കിയത് 22 പേരും 25 പേരും മറ്റേ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാന്നപ്പാ? ചർച്ചയിൽ പങ്കെടുക്കുന്ന വീണ ജോർജും നമ്മുടെ ബിന്ദു ടീച്ചറും വിജയരാഘവനൊക്കെയാണ് പങ്കെടുക്കുന്നത്. എന്ത് തേങ്ങയെക്കൂല ഇവർക്ക് മനസ്സിലാവുക? ഇവർക്ക് എന്തിനെക്കുറിച്ച് അറിയാവുന്നത്? വീണ ജോർജിന് ആരോഗ്യരംഗത്തെക്കുറിച്ച് അറിയാമോ? മറ്റേ ബിന്ദു ടീച്ചറിന് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അറിയാമോ? ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അറിയാമോ? ഒന്നിനെക്കുറിച്ചും പരിജ്ഞാനമില്ലാത്ത ചില ആളുകൾ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ പണിയാണ് ഇവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടൊക്കെ ഫ്ലെക്സ് കൊണ്ടുവയ്ക്കുന്ന പണിയാണ് മുഹമ്മദ് റിയാസിൻ്റെ പണി. ആ തരത്തിൽ ചില പണികളല്ലാതെ കണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കാനുള്ള കാര്യശേഷി ഇവരെ സംബന്ധിച്ചില്ല. കാരണം ഇവർക്കിത് മനസ്സിലാവില്ല. ഇപ്പോൾ പഴയ കാലത്ത് നമ്മൾ എന്തൊക്കെ എതിരൊക്കെ പറഞ്ഞാലും തോമസ് ഐസക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിലേക്ക് എനിക്ക് ഒരുപാട് സംശയമുണ്ട് കേട്ടോ. കാരണം അവിടെ കയറ് വിരിക്കുന്ന തൊഴിലാളികളുടെ ശമ്പള വർദ്ധൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ്. എന്നൊക്കെ പറയാൻ പോലും വലിയ പ്രയാസമാണ്. അല്ലാതെ ഉണ്ട് അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചൊന്നും അല്ല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളത്. കാരണം അദ്ദേഹം കയറി വിരിക്കുന്ന തൊഴിലാളികളുടെ ഇടയ്ക്കുണ്ടായിരുന്നിട്ടുള്ള വേതന വർധനവിനെ കുറിച്ചിട്ട് പഠിക്കുന്ന കാലത്തേക്ക് അവിടെ ആലപ്പുഴയിൽ ഇതിൻ്റെയൊക്കെ അടിയന്തരം നടത്തി കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പുന്നപ്ര വയലാർ സമരം നടത്തിയിട്ട് ആ പുന്നപ്ര വയലാർ സമരത്തിനുണ്ടായിരുന്ന ആയിരക്കണക്കിന് അവിടുത്തെ നെയ്ത്ത് ശാലകളുണ്ടായിരുന്നു, കയറ് വിരിക്കുന്ന തൊഴിലാളികളുണ്ടായിരുന്നു. ആ തൊഴിലാളികൾ തമ്മിൽ കുടിപ്പകയിൽ നടത്തിയിരിക്കുന്ന പുന്നപ്ര വയലാർ സമരം, അതിൽ വയലാർ സമരത്തിന് കുടിപ്പകയാണ് കാരണം. അതിന് പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ എനിക്കറിയാമല്ലോ. അതിൽ ഒരാൾ നടത്തിയിരിക്കുന്നത് CK ചന്ദ്രപ്പൻ്റെ അച്ഛനാണ്, വയലാർ സമരത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ്. ആ സമരത്തിൻ്റെ നേതാവായിരിക്കുന്ന ആൾക്ക് സ്വന്തമായിട്ടുള്ള കയർ ഫാക്ടറി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ 200 പേരും തൊഴിലാളികളുണ്ടായിരുന്നു. അദ്ദേഹം തൊട്ടടുത്തുള്ള വേറെ പത്മനാഭനായിട്ടുള്ള തർക്കം ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിട്ടുള്ള തർക്കത്തിൻ്റെ പേരിലാണ് വയലാർ സമരം രൂപം കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുള്ള തോമസ് ഐസക്കിന് ഈ തരം കയറി വിരിക്കുന്ന തൊഴിലാളികളെ കുറിച്ച് അദ്ദേഹം പഠിച്ചില്ലെങ്കിൽ പോലും സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ചില ആളുകളുടെ
ശിക്ഷണം കിട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ ബാലഗോപാലിനെ സംബന്ധിച്ച് ഈ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കിടത്താമെന്നുള്ളതല്ലാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു പരിജ്ഞാനവും ഇല്ല. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുദിനം പിന്നോക്കമാകാൻ കാരണം കേരളത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ധനശാസ്ത്രത്തെ സംബന്ധിച്ച് യാതൊരു പരിജ്ഞാനവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിവരമില്ലാത്ത മന്ത്രിമാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരൊക്കെ കൂടി തയ്യാറാക്കുന്ന ഒരു നയരേഖ വെച്ചിട്ടാണ് പാർട്ടിയിൽ ചർച്ചയ്ക്ക് വരിക. അപ്പോൾ 22 പേര് 25 പേര് വന്നാലും 50 പേര് വന്നാലും ഒക്കെ കണക്ക് തന്നെയപ്പാ. ഒരു ചർച്ച ഇവിടെ നടത്താൻ പറ്റൂല. കാര്യം ചർച്ച നടത്തുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ നമ്മൾ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അസംബ്ലിയിലോ പാർലമെൻറ്റിലേക്ക് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇരിക്കുന്ന ചില ആൾക്ക് കൂട്ടുമായിട്ട് കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരാരും ഇയർഫോൺ ചെവിട്ടിലേക്ക് വയ്ക്കൂല കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അഥവാ കേട്ടാൽ അവർക്കൊന്നും മനസ്സിലാവാറില്ല. കേരളത്തിന് എത്ര കോടി റുപ്യ എന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിന് 3 ലക്ഷം കോടി റുപ്യ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വകവരുത്തിനെ സംബന്ധിച്ച് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ള വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റിന് തൊട്ട് പുറത്തുള്ള പുൽത്തകടിയിൽ ചാനലുകാർ, മലയാള ചാനലുകാർ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നവരാണ് നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളിൽ ഏറെ പേരും. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് ഇത്തരം ചർച്ചകൾ നടക്കുന്നില്ല. പഴയ കാലത്ത് ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ പാർട്ടി അംഗങ്ങളല്ലാത്ത സാമ്പത്തിക വിശാരദന്മാരായിരിക്കുന്ന ആളുകളെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാറുണ്ട്. അവരാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അവർ വിഷയങ്ങളെ അധികരിച്ചിട്ടാണ് ചർച്ച നടത്തുക. ആ ചർച്ചയ്ക്ക് മുമ്പായിട്ട് അതിൻ്റെ സർക്കുലറുകൾ നേരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതെവിടെ ചർച്ചയുടെ ഇതാര സാമ്പത്തിക രേഖ, ഇതിൻ്റെ നയരേഖ അവതരിപ്പിച്ചാരാണ്? പുത്തൻ കേരളത്തെക്കുറിച്ച് പിണറായി വിജയൻ്റെ പണി എന്താ? പിണറായി വിജയന് ഇതുവരെ മനസ്സിലാവുമോ? ഏതെങ്കിലും സാമ്പത്തിക ശാസ്ത്രം അദ്ദേഹത്തിന് അറിയാമോ? കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്ത് പരിജ്ഞാനമാണ് അദ്ദേഹത്തിനുള്ളത്? അത്യാവശ്യം ചില ഗുണ്ടാപ്പണിയല്ലാതെ കണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന മറ്റേ നയരേഖയെ സംബന്ധിച്ച് ഒരു ഗൗരവവും നമ്മളുടെ അതിനകത്തുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകന്മാർക്ക്, നേതൃത്വത്തിലുണ്ടായിരുന്നവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുഴപ്പമല്ലപ്പാ. കാരണം അവർക്കൊക്കെ സാമാന്യ രീതിയിൽ അവരിതിനകത്ത് വന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. കാരണം വന്നില്ലെങ്കിൽ അവർക്ക് ബാറ്റ് കിട്ടൂല, വന്നില്ലെങ്കിൽ അവർ പണി പോകും. ആ പണി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ് ഈ പറയുന്ന പാർട്ടി സമ്മേളനത്തിൽ വന്നിട്ടുള്ളവർ പലരും. അതുകൊണ്ട് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൗരവമായിട്ടുള്ള ചർച്ച അവിടെ നടന്നിട്ടില്ല. എനിക്കതിൻ്റെ ഒരു ഒറ്റ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കൽ പറഞ്ഞത് അതിനെക്കുറിച്ച് ഒരൊറ്റ എക്സാമ്പിൾ മതി. കാരണം പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന, മുൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന, ഏറ്റവും വലിയ തത്വചിന്തകനായിരിക്കുന്ന ആൾ അവിടെ വന്ന് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. കാരണം പ്രകാശ് കാരാട്ട് മലയാളം അറിയില്ല. അത് വേറെ ആൾ പരിഭാഷപ്പെടുത്തുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന സമയത്ത് MAVV എന്ന് പറയുന്ന കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ചിന്തകനായിരിക്കുന്ന ആളാണ് MAVV. മഹാചിന്തകനാണ്. പുസ്തകത്തിൻ്റെ ബ്ലർബ് വായിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് വിശദീകരണം നടത്തുന്ന ആളാണ് MAVV. ആ ബേബി ആ സമയത്ത് മൊബൈലിൽ പടം എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ചർച്ച, ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി സംസാരിക്കുന്ന സമയത്ത് മൊബൈലിൽ പടം എടുക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചാർജുള്ള ആൾക്ക് ഒരു വിവരമില്ല എന്നുള്ളൊരു ബേബിക്ക് ഉറപ്പുണ്ട്. അപ്പം അങ്ങനെ വിവരക്കേടുകൾ പറയുന്ന സമയത്ത് ഞാനിതിനാ ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് മൊബൈലിൽ പടമെടുക്കുകയാണെന്ന് ധരിച്ചിട്ടുള്ള MAVV പോലുള്ള ആളുകളാണ് ഈ പാർട്ടിയുടെ സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ആളുകൾ. പൊതുവേ ഈ പാർട്ടി ഇപ്പോഴും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന സഹാക്കന്മാരുണ്ട്. അവർക്ക് ഇവരെ തിരുത്തണമെന്ന് ആഗ്രഹം കാണും, പാർട്ടിയെ വിമർശിക്കണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ TP ചന്ദ്രശേഖരൻ്റെയൊക്കെ ഗതി ഞങ്ങൾക്കും ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് പല നല്ല കമ്മ്യൂണിസ്റ്റുകാരെ, ഇപ്പോഴും കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരെ പിന്തിരിപ്പിക്കുന്നത്. അത്തരം ആളുകളുടെ ഒരു വിയോഗം തന്നെയായിരിക്കുമോ? അല്ല, അതിന് കാരണം ഇനി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ധാരാളം ശുദ്ധഗതിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ വളരെ സത്യസന്ധരാണ്. അവരെക്കുറിച്ച് നമുക്കൊരു ആക്ഷേപം പറയാൻ പറ്റില്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയതിൽ അവർക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്. അവർ ധരിച്ച് ഈ പ്രസ്ഥാനം നന്നാവുന്നവർ ധരിച്ചു, ഇതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാവുന്നവർ ധരിച്ചു, തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്നവർ ധരിച്ചു, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന അവർ ധരിച്ചു. പക്ഷേ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ഇത് ഇവിടെ മാത്രമല്ലപ്പോൾ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തിയിരിക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തെങ്കിലും ഇതുണ്ടായാൽ മതിയായിരുന്നു. ഒരൊറ്റ രാജ്യം, എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഒരൊറ്റ രാജ്യത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മതി. ഒരു രാജ്യത്ത് പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ വളരെ ശുദ്ധന്മാരാണ്, സാത്വികന്മാരാണ്,
നല്ലവരാണ്, നന്മ നിറഞ്ഞവരാണ്, അതുകൊണ്ട് ചില മോഹങ്ങൾ അവർക്കുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഇതിനകത്ത് പോയത്. എനിക്ക് തോന്നുന്നു ഇപ്പം അത് പേടിക്കാനില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ സമ്മേളനത്തിന് വന്നിരിക്കുന്നവർ ഇതിൽ എത്ര പേർക്ക് മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര പേർക്ക് ചരസിൻ്റെയും കഞ്ചാവിൻ്റെയും വിൽപ്പന ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ, ഉണ്ടാകാതിരിക്കാം. ഏതാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ശുദ്ധന്മാരായിരിക്കുന്ന ആളുകൾ അവരിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ താഴെത്തട്ടിലാണ്. അങ്ങനെയുള്ളവരാണല്ലോ ചില ആളുകളാണ് നമ്മുടെ കുന്തക്കാരൻ പത്രോസിനെ പോലുള്ള ആളുകൾ. കാരണം തോക്കിൻ്റെ മുമ്പിലേക്ക് തോക്കിനകത്ത് മുതിരയാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കുന്തമായിട്ട് പോയിട്ടുള്ള ആളാണ്. അയാൾ സമരത്തിൽ പറഞ്ഞയച്ചുള്ള ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കുമാരപ്പണിക്കർ. ആ കുമാരപ്പണിക്കർ കച്ചവടത്തിന് കുമാരപ്പണിക്കർ പത്മനാഭ മുതലാളിയായിട്ടുള്ള തർക്കത്തിൻ്റെ പേര് തുടങ്ങിയിട്ടുള്ള വയലാർ സമരത്തിൻ്റെ നായകനാണ് പത്മനാഭ പണിക്കർ. മറ്റേ ഈ പറയുന്ന CK ചന്ദ്രപ്പൻ്റെ അച്ഛൻ. അങ്ങനെ അതിനുശേഷം അങ്ങനെ പറ്റിക്കുന്ന പോലെ സാധാരണക്കാരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിക്കാനായിട്ട് എളുപ്പമാണ്. കാരണം അവന് ശുദ്ധഗതിയാണ് അവനുള്ളത്. അവനങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് ഈ സാധനം നന്നാവുമെന്ന്. പക്ഷെ ഇവർ തിരിച്ചറിയേണ്ട വസ്തുതയാണ് ഇത് നന്നാക്കാനായിട്ട് സാക്ഷാൽ ജഗദീശ്വരൻ എഴുന്നള്ളി വന്നു എന്നിരിക്കട്ടെ, ഈശ്വരൻ എഴുന്നേറ്റ് വന്നിട്ട് പാർട്ടിയുടെ സെക്രട്ടറി ആയാലും ഈ സാധനം രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം ഇതിനകത്ത് യാതൊരു കാമ്പുമില്ല എന്നുള്ളവരും ഇതിനകത്ത് പ്രസംഗിക്കുന്ന MAVവിക്കും അറിയാം, പ്രകാശ് കാരാട്ടിനും അറിയാം, പിണറായി വിജയനും അറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ നേരെ അവതരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.